ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. നമ്മുടെ അടുത്തുള്ളത് ഇന്ന് ഹ്യുണ്ടായി i10 ആണ്. 1.2 കാപ്പ സീരീസ് ആണ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ക്ലസ്റ്ററിൽ ചെക്ക് എഞ്ചിനെല്ലാം ഇടയ്ക്ക് വന്നും പോയിരിക്കും. അതേപോലെ തന്നെ വണ്ടിക്ക് ഒരു പവർ ഡ്രോപ്പും മിസ്സിങ്ങും. നമ്മൾ വണ്ടി സഡനായിട്ട് എടുത്തു കഴിഞ്ഞാൽ സൈലൻസറിൽ നിന്ന് പൊട്ടുന്ന ശബ്ദം വരികയും അതേപോലെ ക്യാറ്റ് കോൺ ഇരിക്കുന്ന ഏരിയ, അതായത് കൺവെർട്ടർ ഇരിക്കുന്ന ഏരിയ ഭയങ്കരമായിട്ട് ചൂടാവുകയും ചെയ്യുന്നുണ്ട്. ട്രബിൾ കോഡ് നമ്മൾ റീഡ് ചെയ്യുമ്പോഴത്തേക്ക് P0123 എന്നുള്ള ഒരു ട്രബിൾ കോഡാണ് കാണിക്കുന്നത്. ആക്റ്റീവായിട്ടാണ് നമുക്ക് ഈ കോഡ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ത്രോട്ടൽ പൊസിഷൻ റിലേറ്റ് ചെയ്യുന്ന ഒരു കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ ലൈവ് ഡാറ്റാസ് എടുത്തിട്ട് ത്രോട്ടലിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ലൈവ് ഡാറ്റാസ് നമുക്കിവിടെ ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ത്രോട്ടൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ, രണ്ടാമത്തെ ത്രോട്ടൽ പൊസിഷൻ നമ്പർ 1, ഈ രണ്ട് ഐറ്റം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന അനുസരിച്ച് ഇതിൽ മാറ്റം ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് കാണാൻ സാധിക്കും ത്രോട്ടൽ പൊസിഷൻ 5 വോൾട്ട് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ബേസിക്കലി അത് ഒരു ചേഞ്ച് വരാതിരിക്കുന്നുണ്ട്. നമ്മൾ ആക്സിലേറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് വരുന്നില്ല. പക്ഷേ ശരിക്കും അതിനകത്ത് ഒരു 1 വോൾട്ടിനുള്ളിൽ, 1 വോൾട്ടിന് താഴെ അല്ലെങ്കിൽ മാക്സിമം 1 വോൾട്ടിനുള്ളിലുള്ള ഒരു വോൾട്ടേജാണ് കാണിക്കേണ്ടത്. പക്ഷേ ഇത് സ്റ്റഡി ആയിട്ട് 5 വോൾട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ കേസ്, ത്രോട്ട് പൊസിഷൻ 1 എഴുതിയേക്കുന്ന ഏരിയ പെർസെൻറ്റേജ് 0% ആണ്. നമ്മൾ എങ്ങനെ കാല് കൊടുത്താലും 0% ആണ് കാണിക്കുന്നത്. നമ്മൾ ആക്സിലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ 0 ആണ്. ഇതിൽ രണ്ടിലും ഒരു ചേഞ്ച് കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നും മനസ്സിലാവില്ല. ഈ രണ്ട് ഏരിയ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ഫർദർ സ്റ്റെപ്പുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്തു, എങ്ങനെ നമുക്കിത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് ഇഷ്യൂ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ത്രോട്ടൽ പൊസിഷൻ സെൻസർ നമ്മളിവിടെ ഇരിപ്പുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യും. 3 വയറാണുള്ളത്. ഫസ്റ്റ് വൈറ്റയിൽ ബ്ലാക്ക് മാർക്കുള്ളത് പവർ, സെക്കൻഡ് ബ്ലാക്ക് കളറുള്ളത് ഗ്രൗണ്ട്, അതേപോലെ മൂന്നാമത്തെ ബ്ലൂ കളറ് അതൊരു സിഗ്നൽ വയറാണ്. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിൽ ഇതിലേക്ക് വരുന്ന മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് വരുന്ന വോൾട്ടുകളാണ് ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പോസിറ്റീവ് ലീഡ് നമ്മൾ ഇതേപോലെ പോസിറ്റീവ് പിൻ നമ്പർ 1 വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറുള്ള കോഡിൽ കൊടുത്തു. നെഗറ്റീവ് ലീഡ് നമ്മൾ ബ്ലാക്ക് കളറുള്ള, അതായത് രണ്ടാമത്തെ ആ ഒരു വയറിലും കൊടുത്തു. അത് ബാക്ക് പ്രോബ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു EC എന്നൊരു വോൾട്ട്, സർട്ടൻ വോൾട്ട് വരുന്നുണ്ട്. പവർ ആൻഡ് ഗ്രൗണ്ട് ക്ലിയർ ആണ്, 5 വോൾട്ട് വരുന്നുണ്ട്. 5.02 വോൾട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ വയറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് ലീഡ്, അതായത് ബ്ലാക്ക് ലീഡ് ബാറ്ററിയുടെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുന്നു. മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് ലീഡ് എടുത്തിട്ട് അത് നമ്മൾ ഈ ഒരു സെൻസറിൻ്റെ മൂന്നാമത്തെ വയർ, അതായത് TPS അല്ലെങ്കിൽ ത്രോട്ടൽ പൊസിഷൻ സെൻസറിൻ്റെ മൂന്നാമത്തെ വയർ, ആ ബ്ലൂ വയറിൽ ബാക്ക് പ്രോബ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് മെല്ലെ ത്രോട്ടിലിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ അകത്ത് ഒരാളെ ഇരുത്തി ആക്സിലറേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഇവിടുത്തെ റീഡിങ് നമ്മൾ നോക്കണം. നമുക്കിവിടെ റീഡിങ് കാണാൻ സാധിക്കും. ഒരു 4.5 വോൾട്ട് അപ്രോക്സിമേറ്റ് വരുന്നുണ്ട്. റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 0.4 വോൾട്ടിൻ്റെ അടുത്ത്, അതായത് 0.37 വോൾട്ടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശരിക്കും ഈ ഒരു റീഡിങ് ആയിരുന്നു നമുക്ക് ഇതിൽ കിട്ടേണ്ടത്, നമ്മുടെ സ്കാൻ ടൂളിൽ കിട്ടേണ്ടത്. പക്ഷേ ഇതവിടെ എത്തുന്നില്ല, സ്റ്റഡി ആയിട്ട് 5 വോൾട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ TPS സെൻസർ അല്ലെങ്കിൽ ത്രോട്ടൽ പൊസിഷൻ സെൻസർ കറക്റ്റാണ്, അതിന് യാതൊരുവിധ ഫോൾട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത 2 പോയിൻറ്റ്സ്, ഇനി എവിടെ ഫോൾട്ട് വന്നേക്കാം? ഒന്നില്ലെങ്കിൽ വണ്ടിയുടെ വയറിങ്ങിൽ ഫോൾട്ട് വന്നേക്കാം, അല്ല എങ്കിൽ ഇതിൻ്റെ ECUക്ക് ഫോൾട്ട് വന്നേക്കാം. അപ്പോൾ വയറിംഗ് ആണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വയറിംഗ് ലൂം ഇങ്ങനെ വന്നിട്ട് ഈ എഞ്ചിൻ റൂമിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ ക്യാബിനിലേക്കാണ് കയറിപ്പോകുന്നത്. അപ്പോൾ ക്യാബിനിലേക്ക് ഇതിലും വഴി വന്ന് ECUയുടെ ഏത് കപ്ലറിലാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു റൂട്ടിങ് നമുക്ക് മനസ്സിലായി. ഇതേപോലെ പോയിട്ട് എഞ്ചിൻ റൂമിൻ്റെ ബാക്കിലൂടെ കയറി ക്യാബിനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ i10ൻ്റെ ഒരു EC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കണക്ടർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നിലും നമുക്ക് ബാറ്ററി നെഗറ്റീവ് റിമൂവ് ചെയ്തിട്ട് ആ ഒരു സിഗ്നൽ വയർ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ വയർ ഇവിടെയുള്ള ഓരോ പിന്നും തമ്മിലുള്ള കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലേ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോ പിന്നിലും നമ്പർ ഇട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഇവിടെ കാണാം മേളിൽ 7 to 28 വരെയാണ് ഈ ചെറിയ പിന്നിന് നമ്പർ വന്നിരിക്കുന്നത്. ബാക്കി 6 വരെയുള്ള പിന്ന് ഇതിൻ്റെ വലിയ പിന്നുകൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം സൂം ചെയ്താൽ അറിയാം ഇവിടെ ഈ
അങ്ങനെ 28 പിന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ലെഫ്റ്റിൽ നിന്ന് നമ്മൾ ചെറിയ പിന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 39, അതായത് 39 നമ്പർ പിന്നിലാണ് കറക്റ്റ് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടേണ്ടത്. അപ്പോൾ അവിടെ നമുക്കൊന്നില്ലെങ്കിൽ എല്ലാം കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് ബാക്ക് പ്രോബ് വെച്ച് നോക്കാം. ECU എല്ലാം കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് സെയിം നമ്മളിപ്പം ത്രോട്ടൽ ബോഡിയിൽ 0.4 വോൾട്ട് ടു 4.5 വോൾട്ട് കിട്ടിയ റേഞ്ച് തന്നെ ഇവിടെയും കിട്ടണം. അല്ലെങ്കിൽ എല്ലാം ഐസൊലേറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഈ 2 ടെസ്റ്റിലും നമുക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല റീഡിങ്. അത് വളരെ മൈന്യൂട്ടായിട്ട് 0.1 0.2 അല്ലാണ്ട് അനങ്ങുന്നില്ല. ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇറ്റ് മീൻസ് എവിടെയോ വയറിങ്ങിൽ പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിംഗ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വയറിംഗ് ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ ഇവിടെ ഇൻസുലേഷനിലെല്ലാം ക്ലിയർ ആക്കിയിട്ട് വയറിംഗ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്ന് മുന്നോട്ടുള്ള വയറിങ്ങിലെല്ലാം ക്ലാവ് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് കാലം ഓടാണ്ട് കിടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ക്ലാവ് കയറിയതാവാം, അപ്പം പ്രോപ്പർ കോണ്ടാക്റ്റ് കിട്ടാതെ വരുന്നതാവാം. അപ്പോൾ ഇതൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഒരു വേറെ വയർ, അഡീഷണൽ ഒരു വയർ എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇവിടെ പിൻ നമ്പർ 39 നിന്ന് പോകുന്ന വയർ അത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ECU എല്ലാം കണക്ട് ചെയ്ത് ബാറ്ററി കണക്ട് ചെയ്ത് വീണ്ടും റീഡിങ് എടുക്കും. ആ ഒരു രീതിയിൽ നമുക്ക് റീഡിങ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ECU സേഫാണ്, വയറിംഗ് ആണ് പ്രശ്നം. ഇനി അതല്ല എങ്കിൽ റീഡിങ് കിട്ടിയതിന് ശേഷം ഇതേ ഫോൾട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ECU കാണിക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്തു. വയർ ഇങ്ങനെ താൽക്കാലികമായിട്ട് പുറമേ നിന്നിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ECU എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എടുക്കേണ്ടത് എന്താ, റീഡിംഗ് ആണ്. അപ്പം ഇവിടെ നമ്മൾ വീണ്ടും ഈ കപ്ലർ കറക്റ്റ് ത്രോട്ടൽ പൊസിഷൻ്റെ അല്ലെങ്കിൽ TPS സെൻസറിൻ്റെ വയറിങ് സോക്കറ്റ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് നോക്കാം. ഈ ഒരു പൊസിഷനിൽ നമുക്ക് റീഡിങ് നോക്കാം. അപ്പോൾ എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്കാൻ ടൂൾ ഒന്നും കൂടി കണക്ട് ചെയ്ത് എറർ ക്ലിയർ ആക്കിയിട്ട് വീണ്ടും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മറ്റേന്ന് പറഞ്ഞാൽ എറർ ക്ലിയർ ആവും, പക്ഷേ വീണ്ടും നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുകയോ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ ട്രബിൾ കോഡ് തന്നെ പിന്നെയും കയറി വരും. ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ താൽക്കാലികമായിട്ട് മൾട്ടിമീറ്ററും ബാക്കിയുള്ള പിന്നും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. സ്കാൻ ടൂളിൽ നമ്മൾ വീണ്ടും കയറി സ്കാൻ ടൂൾ നമ്മൾ വീണ്ടും ട്രബിൾ കോഡ്സ് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ട്രബിൾ കോഡ്സ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ പോകുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പഴയ കോഡ് ഇതേപടി കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ ഇറേസ് കോഡ് നമ്മൾ കമാൻഡ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രബിൾ കോഡ് ക്ലിയർ ആകുന്നു. ഇനി സ്കാനിങ് ഇല്ല എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്റർ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി വേറൊരു 10 മിനിറ്റത്തേക്ക് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് കണക്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ചെക്ക് എഞ്ചിൻ വരാതെ നോർമലി ഓടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആക്സലേഷൻ ഇതേപോലെ കൊടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ റീഡിങ്സിൽ മാറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ലൈവ് ഡാറ്റാസ് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നാലും നമ്മൾ ഈ കാണുന്ന കണക്ക് ഇതിൻ്റെ റീഡിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 0.4 വന്നു. 5 വോൾട്ടിൽ കടന്നു നിന്ന സംഭവം 0.4 വോൾട്ടിലേക്ക് വന്നു. അതേപോലെ ആക്സലേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് പെർസെൻറ്റേജിൽ മാറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. കാല് കൊടുക്കുമ്പോൾ പെർസെൻറ്റേജ് മാറ്റം വരുന്നുണ്ട്. 6, 7, 9, 8, 20, 23, 45, 50, 60 അങ്ങനെ 90 അങ്ങനെ പെർസെൻറ്റേജിൽ മാറ്റം വരുന്നുണ്ട്. വിച്ച് മീൻസ് നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രതീക്ഷയുണ്ട്. ഇനി ഇതേ ടെസ്റ്റ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കൂടിയും കാലി കൊടുത്ത് നോക്കാം മാറ്റം ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട്. നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിൻ്റ് ഒന്നും കൂടി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ കൺഫേം ചെയ്യാം. ഈ കാണുന്ന 2 റീഡിങ്സ് ആണ്. ത്രോട്ടൽ പൊസിഷനും ത്രോട്ടൽ പൊസിഷൻ 1 എന്ന് പറഞ്ഞ 2 ഏരിയ. അതിനകത്ത് ഒരെണ്ണത്തിൽ നമുക്ക് വോൾട്ടേജ് ചേഞ്ച് ആവുന്നത് കാണാം, രണ്ടാമത്തേൽ പെർസെൻറ്റേജിൽ വരുന്നേക്കുന്ന ചേഞ്ച് കാണാം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും ആദ്യം മുതലേ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ഡയഗ്നോസിങ് സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് ഏതാണ്ട് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടാക്കി ഇനി നമുക്ക് ആക്സലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലേക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആക്സലേഷൻ കൊടുക്കുന്നതനുസരിച്ച് വോൾട്ടേജിൽ മാറ്റം വരുന്നുണ്ട്, അതേപോലെ പെർസെൻറ്റേജിൽ മാറ്റം വരുന്നുണ്ട്. അതായത് നമുക്ക് കൺഫേമായി നമ്മുടെ വയറിങ് തന്നെയായിരുന്നു ഇവിടെ പ്രോബ്ലം എന്നുള്ളത്. ഇങ്ങനെയുള്ള ചില കംപ്ലയിൻറ്റുകൾ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ചുറ്റിപ്പോകും. കാരണം ഇതിനകത്ത് ത്രോട്ടൽ പൊസിഷനാണോ, ത്രോട്ടൽ മാറി വെക്കണോ, ECU മാറ്റി വെക്കണോ, അത് വയറിങ് മാറ്റി വെക്കണോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടെസ്റ്റുകൾ ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടിയും ബെറ്ററായിട്ട് എക്സാക്റ്റ് നമുക്ക് ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
എന്നിരുന്നാലും വളരെ റെയറായിട്ട് ചില ഫോൾട്ടുകൾ നമ്മളായിട്ട് ചുറ്റിച്ച് കളയും. അങ്ങനത്തെ ഉള്ള 1-2 വണ്ടി കൂടി 1-2 ആഴ്ചയായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയും വീഡിയോസ് വരും കാര്യങ്ങൾ ഇടാം. എന്തായാലും ഇപ്പോൾ നമ്മൾ വയറിങ് കറക്റ്റായിട്ട് അകത്ത് കൂടി ചെയ്തിട്ട് രണ്ടാമത് ഒന്ന് സ്കാൻ ടൂൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം എറർ ക്ലിയർ ആയോ എന്നുള്ളത്. നമ്മൾ രണ്ടാമത് വയറിങ് കറക്റ്റായിട്ട് കൊടുത്തു, അകത്തൂടെ കൊടുത്തു. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ട്രബിൾ കോഡ്സ് ഇല്ല, അതായത് നമ്മുടെ പ്രോബ്ലം കൂടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, സീ യു സൂൺ. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.